ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഒരു വ്ളോഗ് എടുക്കുന്നത്. ടൈമും കാര്യങ്ങളൊക്കെ കിട്ടുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നെന്ന് പറയുന്നത്, ഇന്നൊരു സ്പെഷ്യൽ എന്ന് പറയാനുള്ളത്, ഇന്ന് നവാലിൻ്റെ 3rd month ഫോട്ടോഷൂട്ടാണ് കേട്ടോ. ഫസ്റ്റ് സെക്കൻഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ അതിൻ്റെ വ്ളോഗും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇന്ന് 3rd നമുക്കൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഈ 3 മാസം വരെയുള്ള കുറച്ച് ഫോട്ടോസ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോഴേക്കും ഇപ്പം നെക്സ്റ്റ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതെടുത്ത് വെക്കലൊക്കെ ആയി. നമ്മളുടെ ഈ ഒരു കൊട്ടയിലാണ് കേട്ടോ ഫ്രൂട്ട്സ് അടുക്കി പെറുക്കി വെക്കുന്നത്, ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതെന്നൊക്കെ പറയാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇന്നുൻ്റെ കൈകൾ വരുന്നുണ്ട്, ഓരോന്നെടുത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. കഴിക്കുകയൊന്നും ചെയ്യില്ല, പക്ഷേ വെറുതെ എടുത്ത് ഇങ്ങനെ കളിക്കാൻ വേണ്ടി വെച്ചാൽ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആളിതാ കൊട്ടയെടുത്ത് പോകാനാണ് പോകുന്നത് കേട്ടോ, കൈ കണ്ടില്ലേ. അപ്പം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു വന്നത് 3-ാം മാസത്തെ ഫോട്ടോഷൂട്ടിൻ്റെ കാര്യമാണ്. അപ്പോൾ ഞാൻ സെൻട്രൽ പോയിൻറ്റിൽ നിന്ന് ഒരു ഡ്രസ്സ് ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ യാറാക്കും കൂടെ ഡ്രസ്സ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം എന്താ 2 ഡ്രസ്സും കൂടെ വന്നിട്ടുണ്ട്. ഇത് യാറാൻ്റെ ഡ്രസ്സാണ് കേട്ടോ, പിങ്ക് കളറ്. പിന്നെ ഇത് നമ്മൾ നവാലിന് ബുക്ക് ചെയ്ത ഡ്രസ്സാണ്. യാറാന്ന് പറയുന്നത് എൻ്റെ ബ്രദറിലോൻ്റെ കുട്ടിയാണ് കേട്ടോ. പിന്നെ ഇതാണ് ഇന്നുൻ്റെ നവാലിൻ്റെ ഡ്രസ്സ്. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് പണികളുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഫോട്ടോഷൂട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അലക്കിയത് ആറിയിടാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഫോട്ടോഷൂട്ട് എടുക്കാമെന്ന് വിചാരിച്ചത്. അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സമാധാനത്തിലെടുക്കാമല്ലോ. പിന്നെ അലക്കാൻ ഇടാനുണ്ടായിരുന്നു വേറെ, പിന്നെ അതങ്ങനെ അലക്കാനിട്ടു. വാഷിംഗ് മെഷീനിലായതുകൊണ്ട് പിന്നെ വലിയ പണിയില്ല, ജസ്റ്റ് സോപ്പ് പൊടി ഇട്ടിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പം അത് വാങ്ങിയിട്ടു. പിന്നെ ഞാൻ ഫസ്റ്റ് സെക്കൻഡത്തിൽ മറ്റേ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വലിയ കണ്ടൊക്കെ രീതിക്കൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഒരു വ്ളോഗൊന്നായിട്ട് കാണുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കലാണ് കേട്ടോ. ഫുഡിന് ചോറും അതുപോലെ തന്നെ ക്യാബേജ് വറവും മീൻ പൊരിച്ചതും മീൻ കറിയാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബെഡൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അടിച്ചു വാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം ഫോട്ടോഷൂട്ടിൻ്റെ ആളെ ഒന്ന് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാല് കൊടുത്തതാണ്. പാല് കൊടുത്ത് കുളിപ്പിക്കാമെന്ന് വിചാരിക്കുമ്പോഴേക്ക് ആൾ ഉറങ്ങിപ്പോയി. അപ്പം ഞാൻ വെച്ച് കുറച്ച് ഉറങ്ങിയിട്ട് അതിനുശേഷം ഫോട്ടോ എടുക്കാമെന്ന്. അപ്പം സെൻട്രാൾ വന്നപ്പം ഇന്നോസ് TV കണ്ടിട്ട് ഇങ്ങനെ ചിരിക്കാൻ കേട്ടോ, കാർട്ടൂൺ കാണി ചിരിക്കലാണ്. പിന്നെ നവാല് എണീച്ചിട്ട് അവൾ കുളിക്ക് കഴിഞ്ഞു. ഇനിയിപ്പം നമുക്കൊന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ക്രീമൊക്കെ തേച്ച് സുന്ദര കുട്ടി ആക്കി എടുക്കാം കേട്ടോ. അപ്പം നമ്മളിതാ ബോഡി ലോഷനൊക്കെ തേച്ചെടുക്കുന്നുണ്ട്. ആൾ ഈ കാര്യത്തിലും കുറച്ച് കാമാണ്, കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ചില കുട്ടികൾ മാറ്റി കൊടുക്കുമ്പോൾ കാര്യമല്ലോ, പക്ഷേ ഇതിലൊന്നും അങ്ങനെ കരയുന്ന കുട്ടിയല്ല, അതുകൊണ്ട് വലിയ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ഇടയിൽ ഇന്നു വന്നിട്ട് ഓരോന്നിങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതാണ് കേട്ടോ ഡ്രസ്സ് കുറച്ച് വലുതാണ്, കാരണം ഇപ്പം 3 month ആയില്ലേ. അപ്പം ഞാൻ 3 to 6 ആണ് എടുത്തത്. കുറച്ചൊരു വലിപ്പമുണ്ട്, പക്ഷേ വലിയ കുഴപ്പമില്ല, കുറച്ചൊരു കുഴപ്പമുള്ളൂ. അപ്പോൾ നമ്മൾ ബാക്കിൽ നിന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോയിലൊന്നും വലിയ ബോറിംഗ് ആയി തോന്നിക്കില്ല. ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇടുപ്പിൻ്റെ ഭാഗത്തെല്ലാം ഇങ്ങനെ ഇറുക്കി വെച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഓൾമോസ്റ്റ് ആൾ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ട് വീഡിയോ എടുക്കലാണ് മെയിനായിട്ടുള്ള പരിപാടി. അതിനായിട്ട് നമ്മളിതാ കുറച്ച് ബെഡ്ഷീറ്റും കാര്യങ്ങളിലൊക്കെ അടിയിൽ പിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ 3 മാസം വരെയുള്ള കുറച്ച് ഫോട്ടോസ്. അപ്പം ബെഡ്ഷീറ്റും കാര്യങ്ങളും അടിയിൽ പിരിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ എൻ്റെ ഒരു ഷോളാണ് കേട്ടോ പിരിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിത് 3 ആയിട്ട് സെറ്റ് ചെയ്യലാണ് കേട്ടോ. ഒരു പിൻട്രസ്റ്റിൽ കണ്ട അതാണ് ഒരു മോഡൽ, അത് വെച്ചാണ് ചെയ്യുന്നത്. 3 എന്നുള്ളത് സെറ്റ് ചെയ്തെടുക്കാണ് കേട്ടോ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മളിങ്ങനെയൊക്കെയാണ് കേട്ടോ മറ്റേ സെറ്റ് ചെയ്തിട്ടുണ്ടായത്. പിൻട്രസ്റ്റിൽ മോഡൽ കണ്ടിട്ടാണ് ചെയ്യുന്നത്, പക്ഷേ പിൻട്രസ്റ്റ് നോക്കാണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ നോക്കി, പക്ഷെ അങ്ങോട്ട് സെറ്റായില്ല. പിന്നെ പിൻട്രസ്റ്റിൽ കണ്ട പോലെ തന്നെ നോക്കി സെറ്റ് ചെയ്തിട്ടോ. പിന്നെ നവാൽ ഉറങ്ങിയിട്ടാണ് ഉണ്ടായത്. എന്നിട്ട് ഉറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്ത് അതിന് ശേഷം നമ്മൾ എണീച്ച കുറച്ച് ഫോട്ടോസും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ യാറിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാളതും എടുത്ത് യാറ നടന്നത് എൻ്റെ ബ്രദറിൻ്റെ കുട്ടിയാണ് കേട്ടോ. നവാല് എൻ്റെ മോളാണ്, രണ്ടാമത്തെ മോളാണ്. പിന്നെ നവാല് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ക്ഷീണിച്ചിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ക്ഷീണിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ യാറ അങ്ങനെ ഉറങ്ങിപ്പോയി. പിന്നെ അതിനുശേഷം പിന്നെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ രാത്രിക്കത്തെ കലാപരിപാടിയാണ് കേട്ടോ. ഇത് ചെയ്യുമ്പോൾ ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രിക്കത്തെ നാസ്തക്കുള്ളതൊക്കെ റെഡിയാക്കലാണ്. ഉമ്മ ദോശക്ക് മാവ് അരിച്ച് വെക്കലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കോഴിപ്പാട്സാണ് കേട്ടോ കറി. കോഴിപ്പാട്സ് കറി ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഉമ്മ മറ്റേ മാവൊക്കെ അരിച്ച് വെക്കുന്നുണ്ട്. വേണ്ട കൺസിസ്റ്റൻ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് മാവിൻ്റെ. പിന്നെ അതിന് ശേഷം പിന്നെ എൻ്റെ കലാപരിപാടി ഞാൻ പറഞ്ഞില്ലേ കോഴിപ്പാട്സ് കറിയൊക്കെ ആക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളി കട്ടിങ്ങും കാര്യങ്ങളും അതൊക്കെയാണ് കേട്ടോ അതിനുള്ള പരിപാടി. അപ്പം അതൊക്കെ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇനിയിപ്പം ഇതൊക്കെ റെഡിയായി കഴിഞ്ഞാണ് ബാക്കിയുള്ള പരിപാടി. കാരണം ഇനിയിപ്പോൾ രാത്രിയാകുമ്പോൾ നവാല് ഉറങ്ങാൻ കുറച്ച് ലേറ്റൊക്കെ ആകും. അപ്പോൾ ഇത് ഫുഡൊക്കെ ആക്കി വെച്ചിട്ട് പിന്നെ കുറച്ച് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വേഗം ആക്കുന്നത്. ഇത് പിന്നെ കഴിഞ്ഞപാടം ആക്കുന്നുണ്ട് കേട്ടോ, രാത്രിയാവാൻ നിന്നിട്ടില്ല. ഉള്ളിയൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് വെക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് ചെയ്യുന്നത്. ഇത് കോഴിപ്പാട്സ് കറി അങ്ങനെ നമ്മൾ ചിക്കൻ കറിക്ക് വെക്കുന്ന അതേ സ്റ്റൈലിൽ തന്നെയാണ്, വേറെ വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല. ഫസ്റ്റ് നമ്മൾ കോഴിപ്പാട്സ് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. കുറച്ച് തടിയുള്ളി ഇതെല്ലാം ഉണ്ടാവാൻ, അതായത് കുറച്ച് വേവാനുള്ള അതിൻ്റെ ഇടയിൽ ഉമ്മ ദോശ ചൂടുന്നുണ്ട് കേട്ടോ. അത് ഉമ്മ ചുട്ടെടുക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ കറിക്കുള്ളതെല്ലാം കട്ട് ചെയ്ത് വെക്കലും പരിപാടിയൊക്കെയാണ്. പിന്നെ ഇത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് കൂടിയിട്ട് ഒപ്പരം മിക്സിയിലിട്ട് അടിച്ചെടുക്കാമെന്നാണ് കേട്ടോ. നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും അടിച്ച് വെക്കാറുണ്ട്, പക്ഷേ ക്രഷ് ചെയ്ത് വെക്കാറുണ്ട്. പക്ഷെ അതിപ്പോൾ ചൂടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു അലക്കായി പോകുന്ന പോലെ തോന്നുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ അടിച്ച് വെക്കല്ലേ. ഇപ്പോൾ വേണ്ടത് ഇപ്പോൾ എടുത്തിട്ട് ഇങ്ങനെ ഇതുപോലെ ചെയ്തെടുക്കലാണ്. പിന്നെ അങ്ങനെയാണ് കേട്ടോ. ഓക്കെ, ഇതാ അപ്പോൾ ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും പിന്നെ കഷ്ണം ഇഞ്ചിയും ഒരു 5-6 പച്ചമുളകൊക്കെ കൂടിയിട്ട് ഉപ്പിട്ട് മിക്സിയിൽ അടിക്കാണ് കേട്ടോ, ക്രഷ് ചെയ്തെടുക്കാണ് കേട്ടോ ചെയ്യുന്നത്. ഇഞ്ചി കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ വേഗം പെട്ടെന്ന് തന്നെ അടിഞ്ഞ് കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇത് നന്നായിട്ട് അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് നമ്മൾ ഉണ്ടാക്കുന്ന കറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ കറി ഉണ്ടാക്കുന്ന മൊത്തത്തിലുള്ള വീഡിയോയിൽ കാണിക്കുന്നില്ല, കാരണം എന്ന് വെച്ചാൽ ചിക്കൻ കറി എല്ലാവർക്കും അറിയുന്നതാണല്ലോ. പിന്നെ നമ്മളിന്നത്തെ വ്ളോഗിലും മിനി വ്ളോഗായിട്ട് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പിന്നെ ഇടാത്തത്. ഇത് തക്കാളിയും പച്ചമുളക് ഉള്ളിയും തക്കാളിയും വാടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് മിക്സ് ചെയ്തിട്ടില്ലേ, മിക്സിയിലിട്ട് ക്രഷ് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി ഇട്ടിട്ട് പിന്നെ നമ്മൾ വേവിച്ച വെള്ളം അടക്കമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. പാർട്സും വേവിച്ച വെള്ളം അടക്കം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് ലാസ്റ്റ് ഗരം മസാലപ്പൊടിയും മല്ലിച്ചപ്പും കരിയാപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ചൊന്ന് കുറുക്കിയെടുക്കുക. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, അതുകൊണ്ടാണ് നമ്മൾ റെസിപ്പി ഫുള്ളായിട്ട് ഇടാത്തത്. ഇപ്പം ഏകദേശം റെസിപ്പി ഉണ്ട്, ഞാൻ പറഞ്ഞ വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, നിങ്ങൾക്ക് ഇതിന് സെപ്പറേറ്റ് റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻഷാല്ലാ ഇടാം. അപ്പോൾ അതാ കറി റെഡി ആയിട്ടുണ്ട്. ഫൈനലി കുറച്ച് കുറുകി കഴിഞ്ഞാലാണ് കൂട്ടാൻ രസം ഉണ്ടാവാൻ. കുറച്ച് ഇങ്ങനെ വെള്ളം പോലെ വെച്ച് കഴിഞ്ഞാൽ വലിയ രസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ കുറുകിക്കഴിഞ്ഞാൽ നല്ല രസമാണ്. പിന്നെ ഇത് നമുക്ക് ചില്ലി രൂപത്തിലും ആക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഉള്ളി ഇട്ടിട്ട് വഴറ്റിയെടുക്കുകയും ചെയ്യാം കേട്ടോ, വറ്റിച്ചെടുത്തിട്ട് അത് നല്ല രസമാണ്. അങ്ങനെ ഇതാ നമ്മളെ ദോശയും പാർട്സ് കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് മെയിനായിട്ട് കഴിക്കലാണ് കേട്ടോ. അപ്പോൾ അത്രയും എന്ത് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്